പൂപ്പിയുടെ കുസൃതികൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. കോഴിയമ്മയും കാക്കച്ചിയും പരുന്തിനെയും ഒക്കെ കണ്ടപ്പോൾ പൂപ്പിക്കുട്ടനും ഒരാഗ്രഹം, ഒന്ന് പറക്കണം. പൂപ്പി എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. പൂപ്പിയും പക്ഷികളും. എന്താ പൂപ്പി, നീ നാഗ സന്തോഷത്തിലാണല്ലോ. എനിക്ക് എപ്പോഴും സന്തോഷം തന്നെ. നിങ്ങൾ വരുന്നു, നമുക്ക് കളിക്കാം. നല്ല തമാശ. നിന്നോട് കളിക്കാനോ? ഞങ്ങൾക്ക് തീറ്റ തേടണം. എനിക്കും ചിറകുണ്ടായിരുന്നെങ്കിൽ അവരോടൊപ്പം പറക്കാമായിരുന്നു. കോഴിയമ്മേ, കുഞ്ഞുങ്ങളുമായി എങ്ങോട്ടാ? ഞങ്ങൾ തീറ്റ അന്വേഷിച്ചിറങ്ങിയതാണ്. നിന്നെപ്പോലെ എപ്പോഴും കളിച്ചു നടന്നാൽ മതിയോ? കോഴിയമ്മയ്ക്ക് എന്താ കുരുവികളെ പോലെ പറന്നു പോയി തീറ്റ അന്വേഷിച്ചൂടെ? ഇപ്പോഴും കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കണ്ടല്ലോ. നല്ല തമാശ. പൂപ്പിക്കുട്ടാ, എനിക്ക് കുരുവികളെ പോലെ പറക്കാനാവില്ല. പറക്കാൻ കഴിയില്ലെന്നോ? പിന്നെന്തിനാ കോഴിയമ്മയ്ക്ക് ചിറകുകൾ? അത് പിന്നെ ചിറക് പറക്കാൻ തന്നെ. പക്ഷേ കുരുവികളെ പോലെ പറക്കാനാവില്ല. വളരെ കുറച്ചു ദൂരം, അത്രമാത്രം. ഇപ്പൊ മനസ്സിലായി, കോഴിയമ്മയ്ക്ക് ഇത്രേ പറക്കാനാകും. എന്നെ പേടിച്ചാണോ നീ ഓടിയത്? നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ ഓടി വരുന്നത് കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയി. നീ എന്താ എപ്പോഴും വെള്ളത്തിൽ നീന്തുന്നത്? നിനക്ക് ചിറകുണ്ടല്ലോ, എന്താ നിനക്ക് പറന്നൂടെ? ചിറകുണ്ടെങ്കിലും എനിക്ക് വളരെ ദൂരം പറക്കാനാവില്ല. ഞങ്ങൾ താറാവുകൾക്ക് വെള്ളത്തിൽ നീന്തി കളിക്കാനാണ് ഇഷ്ടം. എന്താ കാക്കച്ചി, കോഴിയമ്മയെ പോലെ പതുക്കെ നടന്ന് കൊത്തിപ്പറക്കിക്കൂടെ? കൊള്ള. പറക്കാൻ കഴിയുന്ന ഞാൻ എന്തിനാണ് നടക്കുന്നത്? പറന്ന് പറന്ന് കൊത്തിപ്പെറുക്കുന്നതാണ് എനിക്കിഷ്ടം. കഷ്ടം തന്നെ. എനിക്കും ഇതുപോലെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഈ പരുന്ത് എപ്പോഴും മാനത്ത് തന്നെ. എന്ത് രസമായിരിക്കും ഇങ്ങനെ വട്ടം വിട്ട് പറക്കാൻ. അതാവും അവൻ താഴേക്ക് വരാത്തത്. ഒരു കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് പോലും പറക്കാനാകും. എനിക്കും പറക്കണം. ഞാനും പറക്കാൻ പോവുക. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അയ്യോ. എന്താ പൂപ്പിക്കുട്ടാ ഇങ്ങനെ വികൃതികളൊക്കെ കാട്ടുന്നത്? ചിറകില്ലാതെ എങ്ങനെയാ പറക്കാൻ കഴിയുക? പക്ഷികൾക്കേ പറക്കാനാവൂ. എനിക്ക് ചെറുകും വേണ്ട, പറക്കും വേണ്ട. പിണങ്ങല്ലേ പൂപ്പിക്കുട്ടാ. ഞങ്ങൾ പക്ഷികൾക്ക് നിന്നെപ്പോലെ ഓടാനും ചാടാനും കഴിയില്ലല്ലോ. നിന്റെ കഴിവിൽ നീ സന്തോഷിക്കുകയാണ് വേണ്ടത്. ശരി.